Vagaman, Kuttikanam, Kottayam. So we are following the Kottayam dialects. Kottayam is completed Navaram. So real area then shoot ചെയ്യാൻ. So Kottayam Crime Branch office shooting permission government. They will take charge. Yeah, we Charge also I pushed it that way. ഇപ്പോ ഇത് ജീപ്പും സുമോ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. സാറൊന്നും ചെയ്താൽ Charge for everything. നിങ്ങൾ കുറെ നേരമായി വന്നല്ലേ? ഇതൊരു ഫിലിം തുടങ്ങിയിട്ടില്ല. ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ കോൺഫറൻസ് ഹോളിലേക്ക് വരാം. സാറിനെ കൊണ്ട് ഞാനൊന്ന് പറയിപ്പിക്കാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ഒന്ന് രണ്ട് ഡയലോഗ് അടിച്ചു പോകാം. അപ്പൊ അത് ബാക്കിയുള്ള സെക്രട്ടറി വിളിച്ചിട്ട് എന്നാ പിന്നെ സാറിന്റെ സമയം കളയണ്ട. കോൺഫറൻസ് ഹോളിലേക്ക് പോയാൽ നമ്മുടെ ബോർഡ് റൂമിലാണോ ഇതിലെ കൂടുതൽ ആൾക്കാർ അതൊന്ന് അറേഞ്ച് ചെയ്യും. ഞങ്ങളൊരു ഫൈനൽ ടച്ചിൽ ഇരുന്നോട്ടെ. പഞ്ചാബ് ഉണ്ട്, വാഗമൺ, കുട്ടിക്കാനം, കോട്ടയം. So we are following the Kottayam dialects. കോട്ടയത്താണ് കംപ്ലീറ്റ് നടന്നത്. So real area തന്നെ ഷൂട്ട് ചെയ്യാൻ. Kottayam Crime Branch office shooting permission government. They will take charge. Yeah, Charge also I pushed it that way. ഇപ്പോ ഇത് ജീപ്പും സുമോ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. സാറൊന്നും ചെയ്താൽ Charge for everything. നിങ്ങൾ കുറെ നേരമായി വന്നല്ലേ? ഇതൊരു ഫിലിം തുടങ്ങിയിട്ടില്ല. ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ കോൺഫറൻസ് ഹോളിലേക്ക് വരാം. സാറിനെ കൊണ്ട് ഞാനൊന്ന് പറയിപ്പിക്കാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ഒന്ന് രണ്ട് ഡയലോഗ് അടിച്ചു പോകാം. അപ്പൊ അത് ബാക്കിയുള്ള സെക്രട്ടറി വിളിച്ചിട്ട് എന്നാ പിന്നെ സാറിന്റെ സമയം കളയണ്ട. കോൺഫറൻസ് ഹോളിലേക്ക് പോയാൽ നമ്മുടെ ബോർഡ് റൂമിലാണോ ഇതിലെ കൂടുതൽ ആൾക്കാർ അതൊന്ന് അറേഞ്ച് ചെയ്യും. ഞങ്ങളൊരു ഫൈനൽ ടച്ചിൽ ഇരുന്നോട്ടെ. ഇതിൻ്റെ 11ാമത്തെ ഡയറക്ടോറിയൽ മൂവിയാണ്. നാളെ ഇതുവരെ ചെയ്തതിൽ വ്യത്യസ്തമായി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫാദറിൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് എടുത്ത ഒരു ത്രെഡ്. അപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. അപ്പോൾ സാറുമായിട്ട് വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പം മലയാളത്തിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, NIA, ഇന്റർപോൾ ഉൾപ്പെടെ ഒരുപാട് വലിയ കേസുകൾ തെളിയിക്കുകയും തീർച്ചയായിട്ടും ലോക്നാഥ് ബെഹ്റ ജി എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ്. കേരളത്തിനെ സംബന്ധിച്ചൊരു വലിയ അഭിമാനമാണ്. പോലീസ് സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റിൽ എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിച്ച റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SP ഷാനവാസ് സാറും ഉണ്ട്. അദ്ദേഹവും ഈ സ്ക്രിപ്റ്റിൽ പൂർണ്ണമായിട്ടിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ഞങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ മുഴുവൻ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പോലീസ് വേഷം കൈകാര്യം ചെയ്യുന്നതാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യങ്ങൾക്ക് നമുക്കൊരു സപ്പോർട്ട്. പ്രശാന്ത് പ്ലീസ് കം. കുറച്ചുകൂടി അപ്പം ഞങ്ങളെല്ലാവരും ഈ ഒരു വളരെ ഹാപ്പിയാണ്. സാറുമായിട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഈ സിനിമയ്ക്ക് വേണം. ഞാൻ അധികം സംസാരിക്കുന്നില്ല. മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സാറിനെടുത്ത് ഇദ്ദേഹം എൻ്റെ മുൻ DIGയുടെ ആക്ച്വലി ദി സൺ ഓഫ് മൈ ഫോർമർ DIG. അദ്ദേഹം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു.
അപ്പോൾ സാദ് വന്നിട്ട് പറഞ്ഞു ഒരു ഫിലിം ഉണ്ടാക്കുന്നുണ്ടോ, പോലീസ് സ്റ്റോറിയാണ്, ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ വളരെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഞാൻ ആക്ച്വലി ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ ശരിയല്ല, കാരണം നിങ്ങളുടെ ഇൻഡസ്ട്രി മാനദണ്ഡപ്രകാരം സ്റ്റോറി കനോട്ട് ബി റിവീൽഡ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് വളരെ പ്രത്യേക ടൈപ്പ്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് അപ്രോച്ചിൽ ചെയ്തിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. അതിൽ കുറേ സസ്പെൻസ് ഓൾസോ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇതൊരു പുതിയ ജനറേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ ചെയ്യണോ അത് ഞങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ മോർ ഒത്തൻറ്റിക് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം. അത് ഇദ്ദേഹം അത് നല്ല രീതിയിൽ ഒരു പോലീസ് ഫാമിലി ആയതുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ പിന്നെ ആർട്ടിസ്റ്റ്മാരെ ഓൾസോ ദേ ആർ വെരി സ്മാർട്ട്. അപ്പോൾ പെട്ടെന്ന് റിസെപ്റ്റിവിറ്റി വളരെ നല്ലതാണ്. പിന്നെ അവർ നല്ല രീതിയിൽ ചെയ്തോളും എനിക്ക് തോന്നി. അപ്പോൾ ഈ ഫിലിം ഒരു നല്ല ഫിലിം ആവട്ടെ, ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ ഐ എം വെരി ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഗുഡ്, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി. ഇതാണ് എനിക്ക് മാത്രം പറയാനുണ്ട്. ഓൾ മൈ ബെസ്റ്റ് വിഷസ് ടു സാർ. ലെറ്റ് ഹിം ഡു വെൽ ഇൻ ഹിസ് ലൈഫ്. താങ്ക് യു. ഷാനവാസ് സാറാണ് ഇതിനകത്ത് ഇരുന്നത്. ഇത് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ KV അബ്ദുൾ നാസറാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അദ്ദേഹം സബ്ജക്റ്റ് ആദ്യം ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. കാര്യം ഈ സിനിമയുടെ ഒരു പ്രത്യേകത കോട്ടയത്ത് നടക്കുന്നൊരു കഥയാണ്. നിങ്ങളൊക്കെ ലൈഫിലൊക്കെ ആയിട്ട് കണ്ട ഏതെങ്കിലും കഥകളുമായിട്ട് ചിലപ്പോൾ ചില സാമ്യങ്ങളൊക്കെ ഉണ്ടാവാം. കോട്ടയം, വാഗമൺ, കുട്ടിക്കാനം, പഞ്ചാബ്, റാസൽ ഖൈമ, തെങ്കാശി എന്നിങ്ങനെ വെച്ചാണ്. അപ്പോൾ ഇത്രയും ബൃഹത്തായ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം അക്ബർ ട്രാവൽസിൻ്റെ ഓണറും കൂടിയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് എത്തിയിട്ടില്ല, അദ്ദേഹം ദുബൈയിലാണ്. KV അബ്ദുൾ നാസറാണ് ഇതിൻ്റെ നിർമ്മാതാവ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ പിന്നെ ഞങ്ങളെ സഹായിക്കാനിരുന്ന ആളാണ് റിട്ടയർഡ് SP പിന്നെ ഷാനവാസ് സാറ്. അദ്ദേഹം ക്രൈം ബ്രാഞ്ചിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവരോട് ചോദിക്കാം, ആർട്ടിസ്റ്റുകളോട് ചോദിക്കാവുന്നതാണ്. വേറെ സാറ് സൂപ്പർ സ്റ്റാർ അല്ലേ? വേറെ സാറ് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് ആക്ച്വലി റിയൽ ലൈഫ് അഭിനയം ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷണൽ മൂവി ഒരു ഒത്തൻറ്റിക് ഒരു ട്രസ്റ്റ് വർത്തി ക്രെഡിബിൾ മൂവി ഉണ്ടാക്കാൻ പാടാണ്. ഡിഫിക്കൾട്ട് തിങ്. കാരണം ഇതിലെ മാത്രം ആക്ടിങ് കാര്യങ്ങൾ മാത്രമല്ല, ഇതിൽ ഈ സ്ക്രിപ്റ്റിടെ ഇതാണ് ആക്ച്വലി ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലെ ഹീറോ ആൻഡ് ഹീറോയിനാണ് സ്ക്രിപ്റ്റ് തന്നെയാണ്. അതർവൈസ് ഇതായി പോകും. സോ അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൽ വളരെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ശൈലി വളരെ ഇൻ്റർനാഷണൽ ടൈപ്പാണ്. ഞാൻ DJ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. ഞാൻ ഒരുപാട് വർഷമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ NIA CBI ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ലതാണ്. വളരെ സയൻറ്റിഫിക് രീതിയിൽ അവർ ചെയ്യും. പിന്നെ ഫോറൻസിക് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്രൈം ബ്രാഞ്ച് വളരെ നല്ല ക്രൈം ബ്രാഞ്ചാണ്. അപ്പോൾ അവരുടെ നല്ല ഈ ഇൻട്രസ്റ്റഡ് ഓഫീസർക്ക് മാത്രം ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് ക്രൈം ബ്രാഞ്ചിക്ക് കൊടുത്താൽ കേസ് ഡെഫിനറ്റായിട്ട് തെളിയിക്കും. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ആ രീതിയിൽ ഇദ്ദേഹമാണ് ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഷാനവാസ് ആക്ച്വലി ഈസ് വൺ ഓഫ് അവർ വെരി സ്റ്റാർ ഇൻവെസ്റ്റിഗേറ്റർ. എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഡിഫിക്കൽട്ട് കേസുകൾ ഞങ്ങൾ ഷാനവാസ്ക്ക് ബൈ നെയിം ഐ യൂസ് ടു ഗീവ് ടു ഡു ദ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഷാനവാസ് ഇതിലെ ഈ സ്ക്രിപ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തതുകൊണ്ടോ എനിക്ക് ഇനി പറയാനൊന്നുമില്ല. പിന്നെ അദ്ദേഹം അത്ര ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ. പക്ഷേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം നിങ്ങൾക്ക് കണക്റ്റഡ് ഉള്ള സബ്ജക്റ്റാണ്. നിങ്ങളൊന്നും സാർ രണ്ട് വാക്ക് പറഞ്ഞു സാർ. കഥ മുഴുവൻ പറയരുത്. കഥ മൊത്തം പറയാൻ എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് നിഷാദുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ചു, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. എന്തായാലും സ്ക്രിപ്റ്റ് എന്തായാലും നിഷാദിൻ്റെ തന്നെയാണ്. പിന്നെ
ഇപ്പം നിഷാദിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിഷാദ് ജനിച്ചപ്പോഴേ പോലീസിനെ കണ്ടു വളർന്നതാണ്. ഞാനൊരു 27 വയസ്സായതിനു ശേഷമാണ് പോലീസിനെ കണ്ടു തുടങ്ങിയത്, അതായത് പോലീസിനുമായിട്ട് ബന്ധപ്പെട്ടു തുടങ്ങി. പിന്നെ പേറസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വളരെ ദീർഘകാലം നമ്മുടെ സ്റ്റേറ്റിൻ്റെ പോലീസ് മേധാവിയായിരുന്ന ആളാണ്. പിന്നെ ഞാൻ ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയാമെന്ന് കരുതുന്നത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാം, കേരള പോലീസിൽ ഒരുപക്ഷെ ഇത്രയും കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായത്, സൈബർ ഫോറൻസിക്കിനൊക്കെ ഇത്രയും കൂടുതൽ, അപ്പോൾ അന്നൊക്കെ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഈ സോഫ്റ്റ്വെയറും ടെക്നോളജിയും ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തോന്നുന്നു. നമുക്ക് അതുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിൽ കൊണ്ടുവന്നത് കൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൗതിക സാഹചര്യങ്ങൾ കേരള പോലീസിനുണ്ടായതും അതുപോലെ ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗം നമുക്കൊക്കെ അന്വേഷിക്കാൻ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ അന്വേഷിക്കാൻ പറ്റുന്നതും ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പറയാം, ഇത് ഒരു നല്ലൊരു ആ സ്ക്രിപ്റ്റ് മൊത്തം കേട്ട സ്ഥിതിക്ക് എനിക്ക് പറയാൻ കഴിയും ഇതൊരു നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് മൂവി തന്നെ ആയിരിക്കും. അത് ആ രീതിയിൽ നമ്മളൊന്ന് ഡയറക്ടോറിയൽ ആ ഒരു ഭാഗം കൂടെ വന്നു കഴിയുമ്പോൾ ഇതൊരു നല്ല മൂവിയായിട്ട് മാറും. എല്ലാവിധ ആശംസകളും തരുന്നു. ആർട്ടിസ്റ്റിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മൾ കണ്ട് പരിചയമുള്ള സിനിമയ്ക്കായിട്ട് റിലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് സാർ. കണ്ട് ചിലപ്പോൾ നേരത്തെ പല സിനിമകളും കണ്ടിട്ടുണ്ടാവാം എന്നുള്ളൊരു രീതിയിലും. സിനിമയല്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, കഥയും പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ റിലേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു, അല്ലാതെ ഒരു സിനിമയുമായിട്ട് ഒരു ബന്ധമുള്ള സിനിമ വിലപണം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ കഥാപാത്രങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾക്ക് കണക്റ്റഡ് ആവും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് കണക്റ്റഡ് ആവാവുന്ന ഒരു സബ്ജക്റ്റാണ്. അന്നാണ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പറയട്ടെ, ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി മേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് സ്വാസികയാണ് ഇവിടെ ശ്രേയ മാത്യു എന്ന് പറഞ്ഞ പിന്നെ യങ് IPS ഓഫീസർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ദുർഗ ഉണ്ട്, സൗമ്യ എന്ന കഥാപാത്രമാണ് ദുർഗ ചെയ്യുന്നത്. പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപൻ, ഷഹീൻ സിദ്ദീഖ് ഉണ്ട്, ഹബീബ് SI, ഇനി പിന്നെ ബിജു സോപാനം ASIയുടെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഞാനും ഇതിനകത്ത് ഐസക് മാമൻ എന്ന് പറഞ്ഞ DYSPയുടെ ക്യാരക്ടർ ചെയ്യുക. അപ്പോൾ ഇതിൽ ക്രൈംബ്രാഞ്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ CBI പറഞ്ഞിട്ടുണ്ട്, പോലീസിൻ്റെ പലതരം ഇൻവെസ്റ്റിഗേഷൻ കണ്ടുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ എങ്ങനെയാണ് മോഡസ് എന്നുള്ളതും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരത് തെളിയിക്കുന്നതെന്നും എന്താണ് അവരുടെ രീതികളെന്നും ഒക്കെ കുറേയൊക്കെ പഠിപ്പിച്ചത് ഷാനവാസ് സാറാണ്. കാര്യം ഞാനൊരു പോലീസ് കുടുംബമാണെങ്കിലും കുറേ പിതാവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇതിൻ്റെ ഒരു അവസാന വാക്ക് ബെഹ്റ സാറാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇന്ത്യയിലെ ഒരു മികച്ച പോലീസ് ഓഫീസറാണ് അദ്ദേഹം. ഇന്റർപോൾ ഇപ്പം പോളണ്ടിൽ പോയി ഒരു കേസ് തെളിയിച്ച കാര്യം വരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. ആൻഡ് റഷ്യൻ മാഫിയയെ അടുത്ത് തന്നെ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനമായ നിമിഷമാണ്. അദ്ദേഹം ഒറീസ ആണെങ്കിൽ കേരളത്തിൻ്റെ പുത്രനായിട്ടാണ് എല്ലാവരും അറിയപ്പെടുന്നത്, കേരളത്തിലെ ആളായിട്ടാണ്. അപ്പം ബെഹ്റാജ സാറിനെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടിയതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ യു പ്ലീസ് കം, വി വിൽ ഡിസ്കസ്, വി വിൽ ഹാവ് ആൻ ഇൻട്രാക്ഷൻ സെക്ഷൻ എന്ന് പറയുകയും അങ്ങനെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ വരികയും ചെയ്തു. പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് മൂന്ന് സജഷൻസ് അല്ല, ചേഞ്ച് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 സീക്വൻസിൽ ചേഞ്ച് ചെയ്യാൻ തന്നെ സാറ് പറഞ്ഞിരുന്നു. അതൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇതിലെ ഒരു ഇന്റർസ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ പാർട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഇന്റർസ്റ്റേറ്റ് മീൻസ് വേറെ ഒരു സ്റ്റേറ്റിൽ പോയി നമ്മുടെ ആൾക്കാർ പോയി ഏത് രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, ആ ആൾക്കാർ ആ സ്റ്റേറ്റിലെ പോലീസിനെ ഏത് രീതിയിൽ സഹായിക്കണം, ഈ കാര്യങ്ങൾ ഓൾസോ ഞങ്ങൾ അലർട്ട് ചെയ്തിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു എവിടത്തേക്ക്. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സബ്ജക്റ്റിനെ പറ്റിയോ സിനിമയെ പറ്റിയോ പറയാൻ പറ്റില്ല. എനിവേസ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ ഇനിയും വേണം. തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാക്കാനുള്ള ശ്രമത്തിലാണ്. ക്യാരക്ടറെ പറ്റിയിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ കൂട്ടത്തിലുള്ള ഒരു ഓഫീസറാണ് ഞാൻ. സൗമ്യ എന്നാണ് പേര്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. മേക്ക് ഓവർ കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നി ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് സാറ് പറഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്തു മാത്രം. പിന്നെ പോലീസ് ഓഫീസറായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ക്യാരക്ടേഴ്സ്, അതും ഒരു സന്തോഷമാണ് തോന്നുന്നു.
IPS ഓഫീസർ റോളാണല്ലോ, IPS officer. യങ് ലേഡി IPS. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് ആക്ച്വലി ലേഡി IPS ഓഫീസേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സി ഫിറ്റ്സ് ഇൻ ടു ദാറ്റ്. ഇങ്ങനൊരു വേഷം ആഗ്രഹിച്ചിരുന്നോ അല്ലെ? ഒരു നടിയെന്ന നിലയ്ക്ക് ഇങ്ങനൊരു IPS ഓഫീസറായിട്ട് ജോലി ഒരു നടി ആഗ്രഹിച്ചിരുന്നു വെച്ചാൽ അങ്ങനെ IPS ഓഫീസറിന്റെ ക്യാരക്ടർ കിട്ടണം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ പിന്നെ വേറെ രണ്ടാമതൊരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ലാതെ ചെയ്തു. കാരണം ഒരു ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു കാര്യം ആയതുകൊണ്ട് യെസ് പറഞ്ഞു. അങ്ങനെ പ്രശാന്തിനോടും ഷെയ്നോടും ഒക്കെ ചോദിക്കേണ്ടത് പെണ്ണുങ്ങളോട് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ? ഞാൻ മുൻപൊരു പടം ഇന്ത്യൻ അറേബ്യ പോയിട്ടുണ്ട്, അസോസിയേഷനുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് പോലീസ് ആകുമ്പോൾ ഞാനത് കണ്ടറിയാം. അല്ല, കൂടുതൽ ചോദിക്കാനും പറ്റില്ല, കൂടുതൽ ഇങ്ങനെ പറയാനും പറ്റില്ല. നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. എന്ത് ചോദ്യം മേക്കോർ താടി പോകാൻ തോന്നുന്നു പോലീസുകാരന്. താടി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു മേക്കോർ വരാൻ വേണ്ടി ഞാൻ താടി വളർത്തുകയായിരുന്നു. എൻ്റെ അടുത്ത് താടി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്നു താടിയായിരുന്നു. അപ്പം പടത്തിന് വേണ്ടി കാത്തു നിന്നില്ല, ഇപ്പോഴും പഠിച്ചിട്ട് വന്നു. ഞാൻ വിശാഖയുടെ ഫാദറിന്റെ ഒരു ബുക്കുണ്ട്, അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളുടെ ഓർമ്മകളിലൂടെ പോകുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പൊ അത് ഞാൻ കഥയൊക്കെ പറഞ്ഞ വിശാഖയിൽ നിന്ന് മേടിച്ച് ഞാൻ അതൊരു മുക്കാൽ ഭാഗം വായിച്ചു. പല 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 സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ പല യൂട്യൂബ് ചാനലുകളിലും പല പോലീസ് ഓഫീസേഴ്സിന്റെയും ഓർമ്മക്കുറിപ്പുകൾ കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ വിശാഖയുടെ ഫാദറിന്റെ ആ പുസ്തകത്തിലൂടെ കണ്ടത്. അതൊരു എക്സൈറ്റിംഗ് ഫാക്ടറാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നുള്ള ഒരു കഥയ്ക്ക് ഒരു ഫിക്ഷൻ കൊടുത്ത് അദ്ദേഹത്തിന്റെ മകൻ ചെയ്യുന്ന ഒരു സിനിമയിൽ നമ്മൾ വരുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കഥ പറഞ്ഞപ്പോഴും നിഷാദൊക്കെ പറഞ്ഞത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അതറിയാനുള്ളൊരു താല്പര്യവും ഇഷ്ടമാണ്. ഇല്ല, പ്രശാന്തേട്ടൻ പറഞ്ഞത് ശരിയാണ്. നിഷാദ് നമുക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഫുൾ കഥയായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ക്യാരക്ടറിൻ്റെയും സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ല ഇന്റർവെൽ എന്താണ്, ഇന്ന സീക്വൻസ് നമുക്ക് ചെറിയൊരു, നമ്മളും ഈക്വലി എക്സൈറ്റഡ് ആണ് സിനിമ എങ്ങനെ പോകുന്നത്. പിന്നെ ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ കാരണം ഞാൻ ഹോളിഡേയിൽ ഒരു മീറ്റിങ്ങിന് പോയതാണ്. നിഷാദ് കണ്ടു, എന്നെ കണ്ടോ നീ പോലീസ് വേഷം ചെയ്യും? ഞാൻ ചെയ്യും. എന്നാ ശരി എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും സിനിമയിൽ നടക്കുന്ന നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഡയറക്ടറെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു നിനക്കൊരു സംഭവം വെച്ചിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, ഇമ്മീഡിയറ്റ്ലി എന്നെ ബിനു മുരളി ചേട്ടൻ വിളിക്കുന്നത് ഞാൻ പ്രോജക്റ്റിൽ നിന്നാണ്. സോ അത് ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ ഇത്രയും നല്ലൊരു ടീമിൻ്റെ ഭാഗമാവുക. ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ഒരു സിനിമയിൽ ഞാൻ പ്രസൻ്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ രണ്ടാമത്തെ പ്രോജക്റ്റിലാണ് ഇപ്പോൾ ഞാനും ഭാഗം. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറെ സാറിനെ മീറ്റ് ചെയ്യാൻ ഞാൻ മുമ്പ് സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് എ പോലീസ് ഓഫീസർ നമുക്ക് എല്ലാവർക്കും അറിയാം സാറിന്, പക്ഷെ സിനിമയെക്കുറിച്ച് സാറിന് ഇത്രയും നോളജ് ഉണ്ടെന്ന് എനിക്ക് ഈ മീറ്റിങ്ങിലൂടെയാണ് മനസ്സിലായത്. ഞാനൊക്കെ കേട്ടിട്ടുള്ള സിനിമകളും സീരീസൊക്കെ സാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സാറിന് കൃത്യമായിട്ട് സിനിമ സ്ട്രക്ചറിനെ കുറിച്ചും റിയൽ ലൈഫിലൊരു ഇൻവെസ്റ്റിഗേഷൻ അതെങ്ങനെയാണ് സിനിമാറ്റിക് ആക്കുക അതിനെക്കുറിച്ചൊക്കെ സാറിന് നല്ല ഐഡിയ ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയിരുന്നു. വലിയ സന്തോഷം. എന്തായാലും പോണം, ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാൻ കുറെ നാളായിരുന്നു. അപ്പൊ ഞാൻ മുമ്പൊരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, സല്യൂട്ടിലാണ് അതെ. അപ്പൊ അതിനുശേഷം സാർ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരള പോലീസ് ചെയ്തു. പക്ഷെ ഈ താടി എടുക്കുന്ന കാര്യം താടി നമ്മുടെ ശബരിമല സീസണിലെ ഞങ്ങൾ പെർമിഷൻ കൊടുക്കും. പക്ഷെ ബാക്കി അതർ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടല്ലോ സാർ, അലർജി കേസ് ഒക്കെ വരുമ്പോഴേ നമുക്ക് താടി വെച്ചിട്ട് എക്സെപ്ഷൻ കൊടുക്കും. കുറച്ച് ആൾക്കാർക്ക് എങ്ങനെ ഒരു മെഡിക്കൽ ഇതിനുണ്ടോ? സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതെ, മെഡിക്കൽ സപ്പോസ് സേവ് ചെയ്താലേ അലർജി കുറച്ച് ആൾക്കാർക്കുണ്ട്. അവർക്ക് ഇപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. പക്ഷേ ശബരിമല സമയത്ത് ഞങ്ങൾ വളരെ ലിബറലാണ്. കാരണം കുറച്ച് ആൾക്കാർ അവർ ആ സമയത്ത് സേവിങ് ചെയ്യില്ലല്ലോ. സാർ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. മലയാള സിനിമയിൽ പോലീസ്, ഇപ്പം ഇതൊരു പോലീസ് സിനിമയാണ് സാർ. ഇതിന് മുമ്പ് പോലീസ് സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ടോ? ഏതായിരിക്കും സാർ കാണാത്ത സിനിമയിലുണ്ടോ? അല്ല, ഞാൻ പോലീസ് സിനിമ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസിൽ സാറിന് ഇഷ്ടപ്പെട്ടു? നമ്മുടെ മലയാളം, ഞാൻ ഒരു കാര്യം ഇപ്പം നിസാദോട് പറഞ്ഞു, മലയാളം സിനിമ നമ്പർ 1 സിനിമയാണ് ഹോൾ ടോട്ടൽ കൺട്രിയിൽ. അതിലാർക്കും സംശയമൊന്നും ഇല്ലല്ലോ. അവർ രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ മലയാളം
ക്രൈം ത്രില്ലേഴ്സ് ആർ ഓൾസോ ദ ബെസ്റ്റ്. നമ്മുടെ നിഷാദ് പോലെ പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അത് അവരുടെ പെർസെപ്ഷൻ വളരെ ഒരു ഇൻവെസ്റ്റിഗേഷനെ പറ്റി ഓർ ക്രൈമിനെ പറ്റി വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ അത് നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോ ആൻഡ് സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോയിൻ. അതാണ് ഈ രീതിയിലാണ് ക്രൈം ത്രില്ലേഴ്സ് ആണ് പോകുന്നത്. സോ ഞാൻ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് ഇവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, ഞാൻ ഇവിടുത്തെ കമ്മീഷണറായ സമയത്ത് എൻ്റെ ഇത് വച്ചിട്ട് പോലീസ് കമ്മീഷണർ ഫിലിം ഉണ്ടാക്കി, മിസ്റ്റർ സുരേഷ് ഗോപി, സാജി കൈലാസ് ആൻഡ് അതർ പീപ്പിൾ. അപ്പോൾ അത് ഒരുപാട് മൂവീസ്, നല്ല മൂവി, ദൃശ്യം പാർട്ട് 2, പിന്നെ കുറേ മൂവി യവനിക്കാരുടെ DVD ഇതുവരെ എൻ്റെ വീട്ടിലുണ്ട്. ഓൾ ഫിലിംസ് ആർ വെരി ഗുഡ് ആക്ച്വലി. ഇവൻ ഞാൻ ഒരു ഫിലിം കണ്ടായിരുന്നു അടുത്ത കാലത്തെ കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ ഫിലിം ആക്ച്വലി. ഇറ്റ്സ് എ കൊറിയൻ മൂവി, ഒറിജിനൽ കൊറിയൻ മൂവി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. മലയാളം സംതിങ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് സോ ഐ ലൈക്ക് ദ ക്രൈം ത്രില്ലേഴ്സ്. I also like other things also. മലയാളം ഫിലിമിലെ ഞാൻ നിങ്ങളോട് പറയാം, ഈ കമലദളം and Devasuram, these pictures also I have seen so many. And one of my very favorite films is Kumbalangi Nights. 6 times I have seen. Because I like that movie very much. And, it's a realistic approach. Very real. ഇവിടുത്തെ thrillers also are very real. അത്ര അങ്ങനെ ഒരു ഡയലോഗ്സ് അങ്ങനെ ഒന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ട്. ഇപ്പോൾ അടുത്ത കാലത്തെ കുറച്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി വന്നല്ലോ, വെരി വെൽ മെയ്ഡ്. പക്ഷേ നിസാദ് വി ആർ എക്സ്പെക്ടിങ് ബെറ്റർ ബിക്കോസ് ഹി ഈസ് son of an IPS officer and who is a very good investigator. His father taught me investigation. സർ, ഇപ്പം സിനിമ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോൾഡ് അല്ലെങ്കിൽ പോലീസ് അങ്ങനെ ഒരു ബോൾഡ് ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടൊരു ആണ് ലേഡി. ഇപ്പം വേറെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും ഒരു ബോൾഡ് ആയിട്ട് കാണാം. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? വാണി വിശ്വനാഥിന്റെ സിനിമയിലുണ്ട്, പോലീസ് ഓഫീസർ അല്ലെന്ന് മാത്രം. വളരെ പിവറ്റുള്ള ആയിട്ടുള്ള റോൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നമ്മൾ കൊണ്ടുവരികയല്ലേ, ദുർഗയും സ്വാസികയും കൊണ്ടുവരികയല്ലേ, നമ്മൾ പുതിയ വാണി വിശ്വനാഥന്മാരെ നമ്മൾ കൊണ്ടുവരികയാണ്. വാണി വിശ്വനാഥ് നമ്മുടെ പടത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഇന്ന വേഷം മാത്രമല്ല, അവരെല്ലാ വേഷങ്ങളും ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വാണി വിശ്വനാഥ് ഈ സിനിമയിൽ വരുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ ADGP മുകേഷ് ചേട്ടനാണ് ഈ പടത്തിൽ, ക്രൈം ബ്രാഞ്ചിൻ്റെ. April 22 സ്റ്റാർട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോട്ടയം, വാഗമൺ, കുട്ടിക്കാനം, പഞ്ചാബ്, റാസൽ കൈമ, തെങ്കാശി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, നമ്മള് സേനയില് പലതരത്തിലുള്ള കഴിവുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പം ഗാനമേള ട്രൂപ്പ് അങ്ങനെയുള്ള പല ട്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തൂടെ? അതെ. അപ്പോൾ അതല്ല, ഒരുപാട് ആക്ച്വലി പോലീസുകാർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കും. ഞങ്ങൾ വളരെ ലിബറലായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് ആൾക്കാർ റൈറ്റേഴ്സ് തന്നെയാണ്, അവർ നല്ല രീതിയിലെ കഥ എല്ലാം എടുത്തു. പിന്നെ വേറെ ഒരു ദിവസം ഞാൻ ശ്രീജിത്തിന്റെ പാട്ട് അവിടെ ഒരു ലിറിസിസ്റ്റ് ഓൾസോ ഉണ്ട്, പോലീസുകാരെ ഭയങ്കര വിദഗ്ധനുള്ള ലിറിസിസ്റ്റ്, ഒരുപാട് ഫിലിമിൽ എടുത്തുന്ന ആളാണ്. സോ പോലീസ് സേനയിൽ ഒരുപാട് ടാലൻസ് ഉണ്ട്. പിന്നെ പോലീസ് സേനയിൽ ഈ ചെറിയ ഫിലിംസ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ കുറേ സോഷ്യൽ മീഡിയയിൽ ഇട്ടായിരുന്നു. സോ ബാക്കി പ്രൊഡക്ഷൻ കമ്പനി അത് ഇപ്പോൾ പിന്നെ പോലീസിന്റെ പണി ഓൾസോ ചെയ്യട്ടെ, ഭംഗിയായിട്ട് ചെയ്യട്ടെ. പിന്നെ